ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റാണ് വർക്കിംഗ് ഡ്രോയിങ് 1. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കേൾക്കുന്നത്. ഇതുവരെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് എന്ന സബ്ജക്റ്റായിരുന്നു നിങ്ങൾക്ക് കോറായിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ 4th സെമസ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് വർക്കിംഗ് ഡ്രോയിങ് 1. അപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ഡ്രോയിങ്ങിന് അത്രയും പ്രാധാന്യം. അപ്പോൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ് പോലെയല്ല വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ. വർക്കിംഗ് ഡ്രോയിങ് നമ്മൾ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് രീതികളാണ്. ഓക്കെ, അതിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഓരോ ഡ്രോയിങ്സ് ഒക്കെയാണ് നമ്മൾ അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ ഏറ്റെടുത്തിട്ട് ഓക്കെ അങ്ങനെ 4 മൊഡ്യൂളായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യണത്, ഇതിൽ ഫിഗേഴ്സായിട്ട് വരയ്ക്കുകയാണ് ചെയ്യണത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഫിഗേഴ്സാണ് നമ്മൾ ഇതിൽ വരയ്ക്കണത്. ഓക്കെ, അപ്പോൾ അതും വിചാരിച്ചിട്ട് സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്രെഡിറ്റ് കുറഞ്ഞ സബ്ജക്റ്റാണ്. ഞാൻ നിങ്ങളുടെ എന്താ പറയുക ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞു. ഇൻറ്റീരിയർ ഡിസൈനിന് എത്രയായിരുന്നു ക്രെഡിറ്റ്? 5 ക്രെഡിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വർക്കിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്രെഡിറ്റ് കുറച്ച് കുറവുള്ള സബ്ജക്റ്റാണ്, 2 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റാണ്. പക്ഷേ അതും വിചാരിച്ചിട്ട് എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്താണ് ജയിച്ചല്ലേ പറ്റുള്ളൂ ഒരു സെമസ്റ്റർ ആകുമ്പോൾ. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എന്താ പറയുക സബ്ജക്റ്റ് അല്ല, പക്ഷേ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റാണ്. എന്തുകൊണ്ടാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡ്രോയിങ് 1 ഈ ഒരു സെമസ്റ്ററിലാണ്, 4th സെമസ്റ്ററിൽ. 5th സെമസ്റ്റർ ആകുമ്പോൾ വർക്കിംഗ് ഡ്രോയിങ് 2 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അതിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടല്ല അത് 2 പാർട്ടായിട്ട് വെക്കണത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വർക്കിംഗ് ഡ്രോയിങ് 1 ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന രീതിയിലാണ്. നമ്മൾ എങ്ങനെയാണോ ഗ്രാഫിക്സ് വരപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, വർക്കിംഗ് ഡ്രോയിങ്ങിൽ. അപ്പോൾ വർക്കിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ ബേസിക്കലി എല്ലാ മൊഡ്യൂളുകളെ പോലെ തന്നെ എല്ലാ തിയറി സബ്ജക്റ്റ് പോലെ തന്നെയാണ് ഈ ഒരു ഡ്രോയിങ് സബ്ജക്റ്റും. ഇതിലും 4 മൊഡ്യൂളായിട്ടാണ് നമ്മളുടെ പോർഷൻസ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷനും അതേപോലെ തന്നെ മേസൺട്രീനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എന്തുണ്ടാവും, ഫൂട്ടിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ കോളം, പിന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ, ഓക്കെ, പിന്നെ പൈൽ ഫൗണ്ടേഷൻ, അങ്ങനത്തെ പലതരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. ഓക്കെ, കോളം, ആ ഒരു ജംഗ്ഷൻസ്, അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഓക്കെ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് പറയണത്. സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് നമ്മൾ ബേസിക്കലി CME. ഓക്കെ, നമ്മൾ ഈ വർക്കിംഗ് ഡ്രോയിങ്ങിൽ ബേസിക്കലി ഈ ഒരു സെമസ്റ്ററിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ CME 3rd സെമസ്റ്ററിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിച്ചിരുന്നു. അതിൽ പറഞ്ഞ ഓരോ ഡീറ്റെയിൽസിൻ്റെയും ഒരു വർക്കിംഗ് ഡ്രോയിങ് ആണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി പറയണത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് മെയിൻലി ഫൂട്ടിങ്ങിനെ അല്ലെങ്കിൽ ഫൗണ്ടേഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേസൺട്രി, ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, അങ്ങനെ ബ്രിക്ക് മേസൺട്രി, പലതരത്തിലുള്ള മേസൺട്രീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ തിക്ക് വാൾ, 1 ബ്രിക്ക് തിക്ക് വാൾ, 1.5 ബ്രിക്ക് തിക്ക് വാൾ, അങ്ങനത്തെ പല തിക്ക് വാളും അതേപോലത്തെ പലതരത്തിലുള്ള ബോണ്ടുകളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയണത്. അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബേസിക്കലി നമ്മൾ ഫിഗേഴ്സ് ഏതിൻ്റെയൊക്കെയാണ് വരയ്ക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡോറും ഒന്ന് വിൻഡോയും. അപ്പോൾ ഈ ഡോറും വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോറെന്ന് പറഞ്ഞാൽ ഈ 2 മെറ്റീരിയൽസും ജോയിനറിയാണ്. ജോയിനറി എന്ന് പറഞ്ഞാൽ എന്താ? മരം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു എന്താ പറയുക ഡോറിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അതേപോലെ തന്നെ വിൻഡോൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി സെക്കൻഡ് മൊഡ്യൂളിൽ ബേസിക്കായിട്ട് നമ്മൾ 4 ഫിഗേഴ്സാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പാനൽഡ് ഡോറ്, അതേപോലെ ഒരു ഗ്ലേസ്ഡ് ഡോറ്, അതേപോലെ വിൻഡോ. ഓക്കെ, ഇങ്ങനത്തെ ഫിഗേഴ്സാണ് നമ്മൾ ബേസിക്കലി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ നമ്മൾ CMEയിൽ പഠിച്ചിരുന്നു അല്ലേ, 3rd സെമസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സായിട്ട് നമ്മൾ വരയ്ക്കണം. അതാണ് നമ്മൾ ഈ ഒരു 4th സെമസ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് കിടക്കുകയാണ്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും, മൂവ്മെൻറ്റ് നടത്താൻ പറ്റും. ഒന്ന് സ്റ്റെയർ കേസ് അല്ലേ. അതേപോലെ രണ്ടാമത്തേതാണ് എന്ത്, നമ്മളുടെ ലിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി തേർഡ് മൊഡ്യൂളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർ ഉണ്ടാവും. ഓക്കെ, ഒരൊറ്റ സ്റ്റെയർ കേസ് അല്ല, പലതരത്തിലുള്ള സ്റ്റെയർ ഉണ്ടാവും. എന്താ പറയുക, ഹാഫ് ടേൺ സ്റ്റെയർ, ക്വാർട്ടർ ടേൺ സ്റ്റെയർ, പിന്നെന്താ എൽ സ്റ്റെയർ, സ്ട്രെയിറ്റ് സ്റ്റെയർ കേസ്, പിന്നെന്താ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഉണ്ട്, വെൽ സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഡീറ്റെയിൽസ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലിഫ്റ്റിൻ്റെ എന്താ പറയുക പ്ലാന് സെക്ഷനൊക്കെ നമ്മൾ വരച്ച് പഠിക്കും. അതാണ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി എന്താ പറയുക വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫിഗേഴ്സ്. അതിൻ്റെ ഒപ്പം തന്നെ മൊഡ്യൂൾ 4 എന്തൊക്കെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്സുകളുണ്ട്. ഒരു 3 ടൈപ്പ് ഓഫ് സ്ട്രസ് ഉണ്ട്. ആ 3 ടൈപ്പ് ഓഫ് സ്ട്രസ് പഠിച്ചാൽ തന്നെ എങ്ങനെയാണ് നമുക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും എസ് എ പാർട്ടിൽ 15 മാർക്കിൻ്റെ, ഓക്കെ, ഓരോ മൊഡ്യൂളിൽ നിന്ന് 15 15 15 അങ്ങനെ 60 മാർക്കായി. പിന്നെ ഈ 4 മൊഡ്യൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു 3 ഫിഗർ, ഓക്കെ, 4 മൊഡ്യൂളിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് ഒരു 3 ഫിഗർ വരയ്ക്കാൻ പറയും. അത് 10 മാർക്ക് വീതം 3 എണ്ണത്തിന്, അപ്പോൾ 30ആയി. അപ്പോൾ 60 + 30 90 മാർക്ക്. പിന്നെ 2 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ, നമ്മൾ ഗ്രാഫിക്സിനൊക്കെ ചോദിക്കണ പോലെ 5 ചോദ്യങ്ങളായിട്ട് ചോദിക്കും. ഓക്കെ, എന്താണ് ഇന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ CMEയിൽ പഠിച്ചിരുന്നില്ലേ, എന്താണ് ഹോൺ എന്ന് പറഞ്ഞാൽ, എന്താണ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ, എന്താണ് സ്റ്റൈൽ, എന്താണ് പാനൽ, ഓക്കെ, എന്താണ് ലോക്ക് ഹോണോ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും. എന്തൊക്കെ എന്താ പറയുക, മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, പൈൽ ഫൗണ്ടേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക, ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഒരു എക്സാമ്പിൾ തരാൻ പറയും. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെയും ഫ്ലെമിഷ് ബോണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും 2 മാർക്കിന്. ഓക്കെ, അതേപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റെയർ കേസ് ഉണ്ട്, സ്ട്രെയിറ്റ് സ്റ്റെയർ കേസ് ഹാഫ് ടേൺ സ്റ്റെയർ കേസും തമ്മിൽ എന്താണ് വ്യത്യാസം, ഓക്കെ, അതിൽ ട്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ, റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ നിങ്ങൾ CMEയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഫിഗേഴ്സായിട്ട് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ ഫിഗേഴ്സ് ഉണ്ടാവും. കുറേ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 11-12 ഫിഗേഴ്സോളം നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ കവർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഒരു സബ്ജക്റ്റ് വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഒരു സഹകരണം കൂടി വേണം. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സാഹചര്യം കൊണ്ട് പരീക്ഷകളൊന്നും എന്താ പറയുക കറക്റ്റായിട്ട് ഉണ്ടാവില്ല. എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ നടത്തും. 3rd സെമസ്റ്ററിൻ്റെ പരീക്ഷകളും ഉണ്ടാവും, 4th സെമസ്റ്ററിൻ്റെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതും വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ വർക്കിംഗ് ഡ്രോയിങ് ഒക്കെ നമ്മൾ മിക്കവാറും ക്ലാസ്സിൽ നിന്ന് തന്നെ ആയിരിക്കും ചെയ്യിപ്പിക്കുക. മാക്സിമം 1-2 ഫിഗർ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എത്രത്തോളം നീണ്ടു പോകുന്നോ അത്രത്തോളം നമ്മളുടെ ഫിഗേഴ്സ് നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വരയ്ക്കേണ്ടി വരും. എങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് വരച്ചാലും ചിലപ്പോൾ 1 ആഴ്ചയോ 2 ആഴ്ചേൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലാസ്സിലേക്ക് വരേണ്ടി വരും. അന്ന് നിങ്ങൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അവിടെ വച്ചിട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ. ആർക്കിടെക്ചർ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ കുറേയും കൂടി ഇൻറ്റീരിയർ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കോൺസെപ്റ്റും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ ബേസിക്കലി ചെയ്തിരുന്നത് അല്ലേ. നിങ്ങളൊരു കോൺസെപ്റ്റ് കിട്ടിയിട്ട് അതിൻ്റെ അനുസരിച്ചായിരിക്കും നിങ്ങൾ ഒരു ഫിഗർ വരയ്ക്കണത്. പക്ഷേ വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വർക്കിംഗ് ഡ്രോയിങ് ഒരു നിശ്ചിത ഫിഗർ അത് മനപ്പാടമാക്കണം നിങ്ങൾ. ഓക്കെ, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നത് നിങ്ങൾ മനപ്പാടമായിട്ട് പഠിക്കണം. എന്നിട്ട് അത് അതേപോലെ തന്നെ വരയ്ക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് തന്നിട്ട് അത് വരയ്ക്കാനല്ല പറയുക. ഒരു ഫിഗർ ഞാൻ നിങ്ങളെ കൊണ്ട് വരപ്പിക്കും, അതേ ഫിഗർ തന്നെയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്കും വരിക. ഓക്കെ, ഒരു വ്യത്യാസവും ഇല്ലാതെ. ചിലപ്പോൾ ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. ഓക്കെ, ചിലപ്പോൾ ഡയമെൻഷനും മാറ്റം ഉണ്ടാവില്ല, അതേപോലെ ചോദ്യം വരും. ഞാൻ പറയണ അതേപോലെ
ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗർ വരുമ്പോൾ നിങ്ങൾ കാണാപ്പാഠം എന്താ പറയുക, കാണാപ്പാഠം എന്ന് അറിയില്ല, അത് നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് ആ ഒരു ഫിഗർ